2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ UDFിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയുണ്ടായ ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ്. മധ്യ തിരുവിതാംകൂറിലെ ജില്ലകളിൽ UDFിന് ഒരു ജനപ്രതിനിധിയെ പോലും വിജയിപ്പിക്കുവാൻ കഴിയാതിരുന്ന ഏക ജില്ലയും പത്തനംതിട്ടയാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ചരിത്രം കുറിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ UDF ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 5-ൽ 5 സീറ്റുകളും തങ്ങൾ വിജയിക്കും എന്നതിന് കൃത്യമായ ചില കണക്കുകളും അവർ നിരത്തുന്നുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഫലം വിലയിരുത്തുമ്പോൾ, വോട്ട് കണക്കുകൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ 5-ൽ 5 മണ്ഡലങ്ങളിലും UDFിനും കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കും വിജയസാധ്യതയുണ്ട് എന്ന് നമുക്കും ഒരു പരിധിവരെ വിലയിരുത്തുവാൻ സാധിക്കും. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ ജനപ്രതിനിധികൾ ആരൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ അവരിൽ 2 പേർ CPMൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആറന്മുളയിൽ നിന്ന് MLA ആയ മന്ത്രി വീണ ജോർജ് 2ാം പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി കൂടിയാണ്. CPMൻ്റെ രണ്ടാമത്തെ പ്രതിനിധി എന്ന് പറയുന്നത് കോന്നി MLA ആയ യുവനേതാവ് KU ജനീഷ് കുമാറാണ്. മൂന്നാമതായി പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഇടതുമുന്നണിയുടെ MLA CPIയുടെ പ്രതിനിധിയായ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാറാണ്. അടൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. ജില്ലയിലെ 4ാമത്തെ ഇടത് MLA എന്ന് പറയുന്നത് ജനതാദൾ നേതാവായ മാത്യു ടി തോമസ് ആണ്. തിരുവല്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ് അദ്ദേഹം. 5ാമതായി പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് നേരിയ വോട്ടുകൾക്ക് വിജയിച്ച് നിയമസഭയിലെത്തിയ പ്രമോദ് നാരായണനാണ് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഇടതുമുന്നണിയുടെ MLA ആയി റാന്നിയിൽ നിലകൊള്ളുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ 2025 പത്തനംതിട്ട ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നിലധികം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ അവതരിപ്പിക്കുവാനും അവരുടെ പേര് സജീവ ചർച്ചയാക്കുവാനും കോൺഗ്രസിനും UDFിനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ജില്ലയിലെ സംവരണ മണ്ഡലമായ അടൂരിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനും UDFിനും സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ ചില ആശങ്കകളും അവ്യക്തതകളും നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2011 മണ്ഡല പുനർനിർണയത്തോടു കൂടിയാണ് ജില്ലയിൽ അടൂർ എന്ന മണ്ഡലം സംവരണ മണ്ഡലമായത്. അതിനു മുമ്പ് 1991 മുതൽ 2011 വരെ 4 ടേമുകളിൽ തുടർച്ചയായി ഇവിടെ നിന്ന് വിജയിച്ചു കയറിയതും MLA ആയതും മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ഇപ്പോൾ കോട്ടയം MLAയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എന്നാൽ 2011 ഈ മണ്ഡലം UDFിനെ കൈവിടുകയായിരുന്നു. 2011 ചിറ്റയം ഗോപകുമാർ എന്ന ഇപ്പോഴത്തെ സിറ്റിംഗ് MLAക്കെതിരെ കോൺഗ്രസ് മത്സരത്തിനിറക്കിയത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ മുൻ മന്ത്രിയായ ഗ്രൂപ്പിൽ ഒരു കാലത്ത് കരുണാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന പന്തളം സുധാകരനെയായിരുന്നു. എന്നാൽ അഭിമാനകരമായ പോരാട്ടം നടത്തുവാൻ കഴിഞ്ഞുവെങ്കിലും 600ഓളം വോട്ടുകൾക്ക് ചിറ്റയത്തോട് പരാജയപ്പെടുവാനായിരുന്നു പന്തളത്തിൻ്റെ വിധി. പിന്നീട് 2016 റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് ചിറ്റയം ഗോപകുമാർ തൻ്റെ 2ാം വിജയം അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നേടിയെടുത്തത്. അന്ന് JSSൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ നേതാവ് KK ഷാജുവിനെ 25,000-ലധികം വോട്ടുകൾക്കാണ് ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് ചിറ്റയം വിജയിച്ചു കയറിയത്. എന്നാൽ 2021 ശക്തമായ ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ മാത്രമാണ് ചിറ്റയം ഗോപകുമാർ നിയമസഭയിലേക്ക് വിജയിച്ചതും ഡെപ്യൂട്ടി സ്പീക്കറായതും. അന്ന് 2021 കോൺഗ്രസ് ഇവിടെ മത്സരത്തിനിറക്കിയത് അവരുടെ യുവ നേതാവായിരുന്ന MG കണ്ണനെയായിരുന്നു. ശക്തമായ ഇടതു തരംഗത്തിനിടയിലും 2,900ഓളം വോട്ടുകൾക്ക് മാത്രമാണ് MG കണ്ണൻ ചിറ്റയം ഗോപകുമാറിനോട് പരാജയപ്പെട്ടത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MG കണ്ണൻ കളത്തിലിറങ്ങിയാൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു അടൂർ. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് MG കണ്ണൻ്റെ അകാല വിയോഗം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഒരു സ്ഥാനാർത്ഥി ശൂന്യത സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. MG കണ്ണൻ്റെ പകരക്കാരായി അടൂരിൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ ഇപ്പോഴും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് മുമ്പ് MP ആയിരുന്ന രമ്യ ഹരിദാസിൻ്റെ പേര് ഇവിടെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പാലക്കാട് നിന്നും ഒരാളെ പത്തനംതിട്ടയിലേക്ക് കെട്ടിയിറക്കിയാൽ അത് മണ്ഡലത്തിൽ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രാദേശിക തലത്തിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ സജീവമാണ്. ഇത് ഗൗരവത്തോടു കൂടി തന്നെ KPCC കണക്കിലെടുത്തതിനാലാണ് രമ്യ അടൂരിനെ സംബന്ധിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ സംവരണ മണ്ഡലമായ ആറ്റിങ്ങലിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. MG കണ്ണൻ്റെ ഭാര്യയെയും മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ മത്സര രംഗത്തേക്ക് തൻ്റെ ജോലി ഉപേക്ഷിച്ച് കടന്നു വരുവാൻ കൃത്യമായ വിമുഖത അറിയിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്.
2026 ചിറ്റയം ഗോപകുമാർ ആയിരിക്കില്ല ഈ മണ്ഡലത്തിൽ നിന്നുള്ള LDF സ്ഥാനാർത്ഥിയെന്ന് ഈ ഘട്ടത്തിൽ ഏറെക്കുറെ നമുക്ക് ഉറപ്പിച്ചു പറയുവാനും സാധിക്കും. ചിറ്റയത്തിന് പകരക്കാരനായി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെച്ച് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തെ വിറപ്പിച്ച UCPIയുടെ യുവനേതാവ് അരുൺകുമാറിനായിരിക്കും നറുക്കു വീഴുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ അരുൺകുമാറിനെ പോലെ CPIക്ക് വേണ്ടി ശക്തനായ ഒരു യുവ നേതാവ് കളത്തിലിറങ്ങുമ്പോൾ അയാളെ പരാജയപ്പെടുത്തുവാനായി പ്രാദേശികമായി തന്നെ ഒരു നേതാവിനെ കണ്ടെത്തണം എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി ഒരു യുവാവായിരിക്കണം എന്ന അഭിപ്രായത്തിലും പാർട്ടിക്കുള്ളിൽ വലിയ മുൻതൂക്കം ലഭിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഏക സംസ്ഥാന സെക്രട്ടറിയായ ഒരു നേതാവിൻ്റെ പേരിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക. നിലവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ അനന്തു ബാലനാണ് ഈ യുവ നേതാവ്. ഒരു സുപ്രഭാതത്തിൽ സംസ്ഥാന നേതൃനിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിത്വമല്ല അനന്തു ബാലൻ. KSU യൂണിറ്റ് സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെയും ബൂത്ത് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി, ദളിത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ ഏറെ അഭിമാനപൂർവമായ പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ആനുകൂല്യത്തിലാണ് തൻ്റെ 34-ാം വയസ്സിൽ അനന്തു ബാലൻ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി നിലകൊള്ളുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖങ്ങളിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ തീക്ഷ്ണമായ ഒരു സാന്നിധ്യം കൂടിയാണ് അനന്തു ബാലൻ. ഈ അടുത്ത കാലത്ത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ദേവസ്വം ബോർഡിലേക്ക് നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് ഇദ്ദേഹം അറസ്റ്റിലാകുകയും സന്ദീപ് വാര്യർക്കും ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടനുമൊപ്പം 10-ലധികം ദിവസങ്ങൾ ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺകുമാറിനെ പരാജയപ്പെടുത്തുവാൻ ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണമെന്ന അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിച്ചതോടുകൂടിയാണ് അനന്തു ബാലൻ്റെ പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്നത്. അനന്തു ബാലനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ പൊതുവിലും, കൃത്യമായി പറഞ്ഞാൽ കോന്നി, അടൂർ നിയോജക മണ്ഡലങ്ങളിലും വലിയ വോട്ട് ബാങ്കായിട്ടുള്ള കുറവ സമുദായത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. കുറവ സമുദായത്തിൻ്റെ പ്രതിനിധി തന്നെയായിരുന്നു 2021 അഭിമാനകരമായ പോരാട്ടം അടൂരിൽ കാഴ്ചവെച്ച യുവ നേതാവ് അന്തരിച്ച MG കണ്ണൻ. അതുകൊണ്ട് തന്നെ MG കണ്ണന് ആ ഒരു സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ലഭിച്ച എല്ലാ ആനുകൂല്യങ്ങളും അനന്തു ബാലൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ 2026 UDFന് അടൂരിൽ ലഭിക്കുമെന്ന കണക്കുകൂട്ടലുകളും നേതൃത്വത്തിനുണ്ട്. എല്ലാത്തിലും ഉപരിയായി അനന്തു ബാലന് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശിൻ്റെ വലിയ പിന്തുണയും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ MP സ്ഥാനം ഉപേക്ഷിച്ച് കോന്നി നിയോജക മണ്ഡലത്തിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്ന അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം കുറവ വിഭാഗത്തിൻ്റെ പിന്തുണ ഏറെ നിർണായകമാണ്. അതിനാൽ തന്നെ അനന്തു ബാലനെ തൊട്ടടുത്തുള്ള അടൂർ നിയോജക മണ്ഡലത്തിൽ അവരുടെ പ്രതിനിധിയായി സ്ഥാനാർത്ഥിയാക്കിയാൽ അതിൻ്റെ ആനുകൂല്യം തനിക്ക് ഗുണപരമായി കോന്നിയിൽ കിട്ടും എന്ന കണക്കുകൂട്ടൽ കൂടിയാണ് അടൂർ പ്രകാശിന് ഇത്തരത്തിൽ അനന്തു ബാലനെ പിന്തുണയ്ക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന് ശക്തമായ നേതൃനിരയുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജില്ലാ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂടൻ, സംസ്ഥാന സെക്രട്ടറിയായ അനന്തു ബാലൻ, മറ്റൊരു സംസ്ഥാന സെക്രട്ടറിയായ സാംജി, ജില്ലാ പഞ്ചായത്ത് അംഗമായ ആരോൺ ബിജിലി എന്നീ യുവ നേതാക്കൾ പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ പകരുന്ന യുവ നേതൃത്വമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടങ്ങളിലൂടെ പത്തനംതിട്ട ജില്ലയിൽ യൂത്ത് കോൺഗ്രസിനെയും ഒരു സമര സംഘടനയാക്കുന്നതിൽ ഇവർ വഹിച്ചിട്ടുള്ള പങ്കും ഒട്ടും ചെറുതല്ല. ഈ സാഹചര്യത്തിൽ അനന്തു ബാലനെ പോലൊരു യുവ സ്ഥാനാർത്ഥിയെ അടൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാകുമെന്നും കോൺഗ്രസിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമായി തീരുമെന്നും ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഏറ്റവും പ്രതികൂലവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ജീവിത സാഹചര്യങ്ങളോട് പോരടിച്ച് KSUവിലൂടെയും ദളിത് കോൺഗ്രസിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃനിരയിൽ നിറഞ്ഞു നിൽക്കുന്ന അനന്തു ബാലനെ പോലൊരു യുവാവ് പത്തനംതിട്ട ജില്ലയിലെ അടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നു എന്ന ഒരു കാലഘട്ടം വരുമെന്ന ഒരു ചിന്തയും വോട്ടർമാർക്കിടയിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ UDFന് സാധിക്കും എന്നതും മറ്റൊരു വസ്തുതയാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അടൂർ പോലൊരു നിയോജക മണ്ഡലത്തിൽ അനന്തു ബാലനെ പോലെ പ്രാദേശിക തലത്തിൽ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ, സമാനമായ സ്ഥാനാർത്ഥി നിർണയം ജില്ലയിലെമ്പാടും നടത്തിയാൽ പത്തനംതിട്ട ജില്ലയിലെ 5-ൽ 5 സീറ്റുകളും UDF വിജയിച്ചു കയറുമെന്നുള്ള നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം അസ്ഥാനത്താവില്ല എന്നത് തന്നെയാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.